UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ അത്തരമൊരു പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു വരുന്നുവെന്നാണ്. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. അതുകൊണ്ട് ഈ വർധനവ് പരിഗണനയിലുണ്ടോ, അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സർ, ഇന്ദിരാ ഗ്യാരണ്ടിയായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. സർ, അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. സർ, രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് വയോജന ഡിപ്പാർട്ട്മെൻറ്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും.